അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കേസ് നോട്ട്സിൽ ഒരു മാനേജ്മെന്റ് കാണുമ്പോൾ 3 രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ചേഞ്ച് ദ ഗിവൻ മാനേജ്മെന്റ് ഇൻടു കംപ്ലീറ്റഡ് മാനേജ്മെന്റ്, ഓൺഗോയിങ് മാനേജ്മെന്റ്, ഇൻകംപ്ലീറ്റഡ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തത് ഡീഫിബ്രിലേഷൻ ആണ്. അത് കംപ്ലീറ്റ് ആയി എന്നെങ്ങനെയാ പറയുന്നത് പറയാമോ? ഡിസ്ചാർജ് സമയത്ത് ഏതൊക്കെ മാനേജ്മെന്റുകളാണ് തുടരാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ തുടരേണ്ട മാനേജ്മെന്റ്, അതിനെ ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പറയാം. Jason's Academy. Jason's Academy. Joyful learning. കേൾക്കാം എല്ലാവർക്കും? കേൾക്കാം സർ. നമുക്ക് സെഷൻ തുടങ്ങാം. വി ഹാവ് ഹാഫ് ആൻ അവർ സെഷൻ. ഇന്നലത്തെ ക്ലാസ്സിന്റെ ഒത്തിരി കമന്റ്സുകളും കാര്യങ്ങളും നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയ ഒട്ടുമിക്ക ആൻസേഴ്സും കറക്റ്റ് ആണ്. സോ ഒത്തിരി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്സ് ആൻഡ് യുവർ കമന്റ്സ്. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് OET ലെറ്ററിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് എഴുതേണ്ടതെന്നാണ്. മാനേജ്മെന്റും ഉണ്ട്, മെഡിസിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എക്സ്ക്ലൂസീവ്ലി വി വിൽ ഹൗ ടു റൈറ്റ് മാനേജ്മെന്റ് ഇൻ OET ലെറ്റർ. നമുക്ക് തുടങ്ങിയാലോ ക്ലാസ്? Yes, sir. To begin the session, just close your eyes. You may be sitting in the different parts of the world, so just close your eyes, hold your hands in prayer, and pray for a second. Let us invoke the presence of God in all our endeavors, in all our efforts to get OET. Let God bless our learning and be with us. So shall we start? I'll share my screen. Yes, sir. Can you see the screen, all of you? എല്ലാവർക്കും സ്ക്രീൻ കാണാവോ? Yes, sir. Yes, sir. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് OET ലെറ്ററിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മാത്യു ജോനാസിന്റെ കേസ് നോട്ട്സ്. ആ മാത്യു ജോനാസിന്റെ കേസ് നോട്ട്സിൽ ഇന്നലെ പേഷ്യന്റ് വന്നിട്ട് നമ്മൾ പേഷ്യന്റിന് മയോകാർഡ് ഇൻഫാക്ഷൻ ഡയഗ്നോസ് ചെയ്തു. അതിന്റെ ബേസിൽ ഡീഫിബ്രിലേഷൻ തന്നെ കൊടുത്തു, ഓക്സിജൻ തെറാപ്പി കൊടുത്തു, IV ഫ്ലൂയിഡ്സ് കൊടുത്തെന്നാ പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ലെറ്ററിൽ എഴുതേണ്ടത്? നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുവാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കേസ് നോട്ട്സിൽ ഒരു മാനേജ്മെന്റ് കാണുമ്പോൾ 3 രീതിയിലാണ് ചിന്തിക്കേണ്ടത്. 3 രീതിയിൽ. ആദ്യത്തെ രീതിയാണ് ഇതാണ്. നിങ്ങൾ ഡേറ്റ് നോക്കണം. ഡേറ്റ് നോക്കിയിട്ട് ഈ ഡീഫിബ്രിലേഷൻ കൊടുത്തു കഴിഞ്ഞതാണോ എന്ന് ചിന്തിക്കണം. ഡേറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഈസ് ഇറ്റ് എ കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ ഡിസ്ചാർജ് സമയത്ത് ഇത് കൊടുത്ത് കംപ്ലീറ്റഡ് ആയ ഒരു നഴ്സിംഗ് മാനേജ്മെന്റ് ആണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ക്ലിയർ ആയ നിങ്ങൾക്ക്? ഇനി രണ്ടാമത്തെ ചിന്തിക്കുന്നതാണ് മോസ്റ്റ് കേസ് ഇറ്റ് ക്യാൻ ബി ഓൺഗോയിങ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കേസ് നോട്ട്സിൽ ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പേഷ്യന്റ് മേ ഹാവ് കം ടു ഹോസ്പിറ്റൽ ദിസ് മോർണിംഗ് കംപ്ലൈനിങ് ഓഫ് സം പ്രോബ്ലം. നമ്മൾ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്യുവാണ്. And from the emergency ward, we may be referring the patient to another department and requesting the doctor to come and see the doctor in emergency department. ഇവിടെ വന്ന് കാണാൻ പറയുമായിരിക്കും ഡോക്ടറോട്. അപ്പൊ നമ്മൾ ഡോക്ടറോട് ഇപ്പോൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കേസ് നോട്ട് നോക്കേണ്ടതാണ്, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് ആണോ, ഓൺ ഗോയിങ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് ആണോ എന്ന് നോക്കണം. ഇനി in most cases, especially when we are transferring or discharging a patient from the hospital to a community center or to a nursing home, there could be some management to be continued. കണ്ടിന്യൂ ചെയ്യേണ്ട കുറച്ച് മാനേജ്മെന്റുകൾ ഉണ്ടാകും അല്ലെ? അതെവിടെയാണ് കൃത്യമായിട്ട് കൊടുക്കുന്നത്? എവിടെയാണ് ഡിസ്ചാർജ് സമയത്ത് കണ്ടിന്യൂ ചെയ്യേണ്ട മാനേജ്മെന്റ് ഡോക്ടർ എഴുതുന്നത്? എവിടെ എഴുതുന്നത്? ഡിസ്ചാർജ് പ്ലാനില്ല. അപ്പൊ നിങ്ങൾ ഡിസ്ചാർജ് ഒരു മാനേജ്മെന്റ് എഴുതുന്നതിന് മുമ്പ് ഡിസ്ചാർജ് പ്ലാനിലും നോക്കണം. ഡിസ്ചാർജ് പ്ലാനിൽ നോക്കിയിട്ട് ഈ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണോ എന്നും കൂടി ചിന്തിക്കണം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, 3 രീതിയിലാണ് നമ്മളൊരു മാനേജ്മെന്റ് എഴുതേണ്ടത്. ആദ്യത്തെ രീതി ഇതാണ്, ഇസ് ഇറ്റ് എ കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഹോസ്പിറ്റലിൽ കൊടുത്ത് കംപ്ലീറ്റ് ആയ മാനേജ്മെന്റ് ആണോ? 2,
ഈസ് ഇറ്റ് അൻ ഓൺഗോയിങ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്? ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? 3, ഇത് ഡിസ്ചാർജ് പ്ലാനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഡിസ്ചാർജ് പ്ലാനിൽ മാത്രമല്ല, ചിലപ്പോൾ ഇന്ന് മാനേജ്മെന്റ് എഴുതുന്നിടത്ത് തന്നെ ഫിസിയോതെറാപ്പി ഇൻറ്റു 3 weeks എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അത് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് ഡേറ്റ് നോക്കിയാൽ മനസ്സിലാകും. 3 weeks, 1 week മുമ്പാണ് ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്തത്. 3 weeksലേക്കാണ്. 3 weeks ആയോ? കേസ് നോട്ട് നോക്കിയാൽ 3 weeks ആയോ? ഇല്ല, ബാക്കി 2 weeks ഉണ്ട് അല്ലേ? അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതല്ലേ, അല്ലെ കംപ്ലീറ്റ് ആയതാണോ? കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് വേ, ഇസ് ഇറ്റ് എ കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്? 2, ഇസ് ഇറ്റ് an ongoing course of management? 3, is it to be continued or is it an incompleted course of management? നമ്മൾ ഈ 3 ഡേറ്റ് നോക്കിയിട്ട് കേസ് നോട്ട് ഇന്ന് മനസ്സിലാക്കിയിട്ട് ഈ 3ഉം ഒരേ ടെൻസിലാണോ എഴുതേണ്ടത്? കംപ്ലീറ്റഡ് മാനേജ്മെന്റും ഓൺഗോയിങ് മാനേജ്മെന്റും കണ്ടിന്യൂ ചെയ്യേണ്ട മാനേജ്മെന്റും ഒരേ ടെൻസിലാണോ നമ്മൾ എഴുതേണ്ടത്? ആണോ അല്ലയോ? അല്ല. 3 ടെൻസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയത് കംപ്ലീറ്റ് ആയി എന്നും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും തുടരേണ്ടത് തുടരണം, ഇൻകംപ്ലീറ്റഡ് ആണ് എന്നാണ് നമ്മൾ ഈ എഴുതുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കേസ് നോട്ട്സിൽ എത്ര കേസ് ഉണ്ട്? ഒരു കേസ് നോട്ട്സ് എന്ന് പറയുന്നത് എത്ര കേസിനെ സംബന്ധിക്കുന്ന കാര്യമാ? ഒരു കേസേ ഉള്ളൂ അല്ലെ? ആ കേസിന്റെ പേര് നമ്മൾ എവിടെ എഴുതും? ലെറ്ററില് റഫറൽ എഴുതും. പിന്നെ ഇൻട്രഡക്ഷൻ പാരഗ്രാഫിൽ മുഴുവൻ പേരെഴുതും. ബോഡി പാരഗ്രാഫിൽ ഇഫ് ഇറ്റ് റിക്വയർസ് വി ക്യാൻ റൈറ്റ് മെൻഷൻ ദ നെയിം, ടൈറ്റിൽ നമുക്ക് എഴുതാം, ഷോർട്ട് നെയിം നമുക്ക് എഴുതാം. മനസ്സിലാകുന്നുണ്ടോ? ബോഡി പാരഗ്രാഫിൽ. അപ്പൊ ഒരു കേസ് നോട്ടിലുള്ളൂ. അപ്പം നമ്മൾ ലെറ്ററിൽ എന്താണ് എഴുതുന്നത്? ആ കേസിന് എന്തു കൊടുത്തു, ആ കേസ് വന്നപ്പോൾ കംപ്ലൈന്റ് എന്തായിരുന്നു, അതിന് എന്തായിട്ട് ഡയഗ്നോസ് ചെയ്തു, അതിന് എന്ത് കൊടുത്തു എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ലെറ്ററിൽ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ ഈ മാനേജ്മെന്റ് എഴുതുമ്പോൾ ആർക്ക് കൊടുത്തു എന്നതിനാണോ പ്രാധാന്യം, അല്ലെങ്കിൽ എന്തു കൊടുത്തു എന്നതിനാണോ പ്രാധാന്യം? എന്തിനാണ് പ്രാധാന്യം? എന്ത് കൊടുത്തു എന്നതിന് പ്രാധാന്യം. ആർക്ക് കൊടുത്തു എന്നത് വളരെ ക്ലിയർ ആണ്. ബിക്കോസ് വി മെൻഷൻ ദ നെയിം ഓഫ് ദ പേഷ്യന്റ് ഇൻ റെഫറൽ ഇല്ലേ, അവിടെ എഴുതാറുണ്ട്. പിന്നെ ഇൻട്രഡക്ഷൻ പാരഗ്രാഫിൽ മുഴുവൻ പേര് എഴുതുന്നുണ്ട്. അപ്പൊ ആർക്ക് കൊടുത്തു ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. എന്തു കൊടുത്തു എന്നതാണ് നമ്മൾ എഴുതുന്ന റീഡർ അറിയേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ എന്തു കൊടുത്തു എന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് എഴുതാൻ നമ്മളോട് OET പറയുന്നത് പാസീവ് വോയിസ് എന്ന ടൂൾ ഉപയോഗിക്കാനാണ്. പാസീവ് വോയിസ്. എന്തിനാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്? എന്ത് കൊടുത്തു എന്ന് പ്രാധാന്യം കൊടുക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കൊടുത്ത മാനേജ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന പാസീവ് വോയിസില്? പാസീവ് വോയിസില് നമ്മൾ എന്ത് കൊടുത്തു അത് സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സെന്റൻസും തുടങ്ങുന്ന വാക്ക്, അതാണ് സെന്റൻസിന്റെ സബ്ജക്റ്റ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ എന്താ കൊടുത്തത്? നിങ്ങൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്ത് കൊടുത്തു? അപ്പൊ നമ്മളിവിടെ സ്ക്രീനെ കാണുന്നത് എന്ത് കൊടുത്തു എന്നാ പറയുന്നത്? ഡീഫിബ്രിലേഷൻ അല്ലെ? അതിന് നിങ്ങൾ കേസ് നോട്ടിലേക്ക് നോക്കണം. മാനേജ്മെന്റ് കണ്ടു ഡീഫിബ്രിലേഷൻ. കേസ് നോട്ട്സിൽ ഡേറ്റ് നോക്കണം. ഇത് എന്നത്തെ ഡേറ്റിലാണ്? ഇതൊരു 2 ദിവസം മുമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഡിസ്ചാർജ് സമയത്ത് ഇത് കൊടുത്ത് കംപ്ലീറ്റ് ആയെന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളിത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ പറയേണ്ടത് എഴുതുന്ന ഡോക്ടറോട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി എന്നാണോ, അല്ലെങ്കിൽ തുടരണം എന്നാണോ പറയേണ്ടത്? എങ്ങനെയാ പറയേണ്ടത്? കംപ്ലീറ്റ് ആയി. നമ്മൾ കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കംപ്ലീറ്റഡ് OET ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന കംപ്ലീറ്റഡ് കോഴ്സ് എപ്പോഴും നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിൽ നമ്മൾ 2 ഹെൽപ്പിംഗ് വെർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെയർ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ്സ്. ഇനി നമുക്കൊന്ന് സെന്റൻസ് ആയിട്ട് എഴുതാൻ പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടേ. ഇവിടെ എന്തു കൊടുത്തു കഴിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത് കേസ് നോട്ടില്? ഡീഫിബ്രിലേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡീഫിബ്രിലേഷൻ കൊടുത്തു കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് എങ്ങനെയാ? സബ്ജക്ട് ഡീഫിബ്രിലേഷൻ ആണ്. പിന്നെ നമ്മൾ പറയുകയാണ് ഡീഫിബ്രിലേഷൻ വാസ് കൊടുത്ത് കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് വാസ് ഗിവൺ എന്നോ വാസ് പ്രൊവൈഡഡ് എന്നോ ഏത് വാക്ക് ഉപയോഗിക്കാം. ഓബ്ജക്റ്റ് ആയി വാസ് ഗിവൺ ടു റീസ്റ്റോർ ഹാർട്ട് റേറ്റ് ഇങ്ങനെ നിങ്ങൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആയിട്ട് കഴിഞ്ഞു. ഇതാണ് സെന്റൻസ്. അല്ലെങ്കിൽ ഡീഫിബ്രിലേഷൻ വാസ് ഗിവൺ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ഓക്സിജൻ തെറാപ്പി, IV ഫ്ലൂയിഡ്സ് 2 മാനേജ്മെന്റ് ഉണ്ട്. നിങ്ങൾ പറയാവോ എങ്ങനെ എഴുതേണ്ടത്? ഓക്സിജൻ തെറാപ്പി and IV fluids where commenced. Oxygen therapy and IV fluids where commenced. Yeah, exactly. Oxygen therapy and IV fluids where commenced. ഇതാണ് നമ്മൾ എഴുതേണ്ട സെന്റൻസ്. ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ?
യെസ്, Yes, നമ്മൾ sir. കുറച്ച് വർക്ക്ഷീറ്റ് നമുക്ക് ഇതും കൂടി കഴിഞ്ഞ് 2 കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമ്മൾ ശ്രദ്ധിച്ചേ, ഇന്നത്തെ ഡേറ്റില് കേസ് നോട്ടിൽ ഇന്നത്തെ ഡേറ്റില് ഇപ്പോൾ ഡീഫിബ്രിലേഷൻ എമർജൻസി വാർഡിൽ ഡീഫിബ്രിലേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നായിരിക്കും പറയുന്നത്. പേഷ്യന്റ് ഈസ് ബീങ് ഡീഫിബ്രിലേറ്റഡ്, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഡീഫിബ്രിലേഷൻ വാസ് ഗിവൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ അർത്ഥം? അല്ല. അല്ല, എന്താണ് അർത്ഥം? അല്ല, കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഡീഫിബ്രിലേഷൻ വാസ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? അത് നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഓൺഗോയിങ്, അതിന് നമുക്ക് ഓൺഗോയിങ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് എഴുതാം. ഓൺഗോയിങ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഓൺഗോയിങ് കോഴ്സ് നമ്മൾ എഴുതേണ്ടത് പ്രസന്റ് പ്രസന്റ് പാസീവ് വോയിസിലാണ്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിലാണ് നമ്മൾ എഴുതേണ്ടത്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിൽ 2 ഹെൽപ്പിംഗ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ്, ഒരു സെക്കൻഡ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആർ. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈസ് ഓർ ആർ. ഈ 2 ഹെൽപ്പിംഗ് വെർബ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഡീഫിബ്രിലേഷൻ ആണ്. ഇപ്പോൾ ഡീഫിബ്രിലേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെയാ പറയേണ്ടത്? പറഞ്ഞേ. ഡീഫിബ്രിലേഷൻ ഈസ് പ്രൊവൈഡഡ്. അത്രേ ഉള്ളൂ. ഡീഫിബ്രിലേഷൻ ഈസ് പ്രൊവൈഡഡ്, അത്രേ ഉള്ളൂ എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? ഡീഫിബ്രിലേഷൻ ഈസ് പ്രൊവൈഡഡ് ടു റീസ്റ്റോർ ഹാർട്ട് റേറ്റ്. ഒബ്ജക്റ്റ് ആയിട്ട് എഴുതാം. ഇവിടെ എന്തിനാണ് പ്രാധാന്യം? ഡീഫിബ്രിലേഷൻ ആണ്. ഈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം പ്രസന്റില്. ഡീഫിബ്രിലേഷൻ വാസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാലോ? വാസ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നിങ്ങൾ അടുത്ത സെന്റൻസ് പറഞ്ഞേ. ഓക്സിജൻ തെറാപ്പിയും IV ഫ്ലൂയിഡ്സും സബ്ജക്ട് പ്ലൂറൽ ആണ്, ഒന്നിലധികമുണ്ട്. അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ട? പറഞ്ഞേ. ഓക്സിജൻ ഫ്ലൂയിഡ്സ്, യെസ്, ആർ റെക്കമെൻഡഡ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. മിക്ക കേസ് നോട്ട്സുകളിലും, OIT മിക്ക കേസ് നോട്ട്സിലും, എസ്പെഷ്യലി വെൻ വി ആർ റെഫറിംഗ് എ പേഷ്യന്റ് ടു എ കമ്മ്യൂണിറ്റി സെന്റർ ഓർ മെന്റൽ ഹെൽത്ത് സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റർ, ടെമ്പററി കെയർ സെന്റർ, ലോങ് ടൈം കെയർ സെന്റർ, അങ്ങനെ സ്കൂളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ മിക്ക മാനേജ്മെന്റും തുടരാൻ പറഞ്ഞിട്ടുണ്ടാവും. എസ്പെഷ്യലി ഫിസിയോതെറാപ്പി ആൻഡ് ഡെയിലി ഡ്രസ്സിംഗ്. മോസ്റ്റ് കോമൺ ഈ 2 വരുന്നത്, ഫിസിയോതെറാപ്പി അതുപോലെ ഡെയിലി ഡ്രസ്സിംഗ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത് എവിടെയാണ് മിക്കപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്? പ്ലാനില്ല. അപ്പൊ ഡിസ്ചാർജ് പ്ലാനില് പേഷ്യന്റ് ഒരാഴ്ച മുമ്പാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത്. ഡിസ്ചാർജ് പ്ലാനിൽ എഴുതിയാണ് കണ്ടിന്യൂ ഫിസിയോതെറാപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫിസിയോതെറാപ്പി ഇൻറ്റു കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട് ഡിസ്ചാർജ് പ്ലാനിലെ ഡോക്ടർ എഴുതുന്നത്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി എഴുതി ഇന്നലെ അല്ലെ മിനിഞ്ഞാന്ന് എഴുതി, എന്നിട്ട് ഫിസിയോതെറാപ്പി ഫോർ 10 days അല്ലെ ഫിസിയോതെറാപ്പി ഇൻറ്റു 3 weeks എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, ഇന്നലെയാണ് പറഞ്ഞത്. ഫിസിയോതെറാപ്പി 10 ദിവസത്തേക്കാണ് പറഞ്ഞത്. 10 ദിവസമായോ? ഇല്ല, ആയിട്ടില്ല അല്ലേ? ഇനി 3 weeks എന്നാ പറഞ്ഞേക്കുന്നത്. ഒരാഴ്ച മുമ്പാ പറഞ്ഞത്. 3 weeks ആയോ? ഇല്ല. അപ്പൊ ഇതിനർത്ഥം എന്താ? വാട്ട് ക്യാൻ ബി പ്രസ്യൂം? അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതേണ്ടത്? കണ്ടിന്യൂ ചെയ്യേണ്ട മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലെ 2 ഹെൽപ്പിംഗ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നാണ് പറയുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ഇതെവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കണ്ടിന്യൂ ചെയ്യേണ്ട കോഴ്സ് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമുക്കതിനെ കംപ്ലീറ്റ് ആകാത്തത്, ഇൻകംപ്ലീറ്റഡ് കോഴ്സ് എന്ന് OIT ലാംഗ്വേജ് അതാണ്. ഇൻകംപ്ലീറ്റഡ് കോഴ്സ് എന്നാണ് OIT ലാംഗ്വേജിൽ ഒഫീഷ്യൽ ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഇൻകംപ്ലീറ്റഡ് കോഴ്സ് നമ്മൾ എഴുതേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ്. ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ബീൻ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ. ക്ലിയർ ആയത് നിങ്ങൾക്ക്? ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മളിവിടെ ഫിസിയോതെറാപ്പി ഇൻറ്റു കണ്ടിന്യൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടത് പറയാവോ? നമ്മൾ തുടങ്ങി കണ്ടിന്യൂഡ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഫിസിയോതെറാപ്പി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, അത് തുടരണം. തുടങ്ങിയിട്ടുണ്ടെന്ന വാക്കിന് നമുക്ക് ഇനിഷ്യേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനിഷ്യേറ്റഡ് ഒരു കുഴപ്പമില്ല. ഇനിഷ്യേറ്റഡ് നമുക്ക് OIT ഉപയോഗിക്കാം കേട്ടോ.
ഇനിഷ്യേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല റെക്കമെൻഡഡ്. വി ക്യാൻ യൂസ് ദാറ്റ് വേർഡ്, ദർ ഇസ് നോ പ്രോബ്ലം. ഇറ്റ് ഇസ് എ ഫോർമൽ വേർഡ്. ഓക്കെ, നാലാമത്തെ ക്രൈറ്റീരിയയുടെ മൂന്നാമത്തെ സബ് പറയുന്നത് വി ഹാവ് ടു യൂസ് എ ഫോർമൽ വേർഡ് എന്നാണ്. ഇറ്റ്സ് എ ഫോർമൽ വേർഡ്, സോ യു ക്യാൻ യൂസ് ദ വേർഡ് initiated, started, recommended. What does it mean? When we use this word, we can understand it is started. And since it is present perfect, the reader can understand it is an incompleted course of management. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ തുടരണം. ശ്രദ്ധിച്ചു കേട്ടെ, ഫിസിയോതെറാപ്പി ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റഡ് എന്ന വാക്ക് നമുക്ക് തുടങ്ങിയിട്ടുണ്ടെന്നും ഹാസ് ബീൻ എന്ന വാക്കില് അത് കംപ്ലീറ്റ് ആയിട്ടില്ല, തുടരണം എന്നുമാണ് നമുക്ക് അർത്ഥം മനസ്സിലാകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഓക്ടുതെറാപ്പി ആൻഡ് IV ഫ്ലൂയിഡ്സ് നിങ്ങൾ പറഞ്ഞ തുടരേണ്ടതാണ്. കോവിഡ് പേഷ്യന്റ് ആണ്, നമ്മൾ റീഹാബിൽ സെന്ററിലേക്ക് മാറ്റുക. അപ്പൊ ഈ തുടരാൻ പറഞ്ഞോണ്ട് എങ്ങനെയാ പറയേണ്ടത്? Therapy and IV fluid recommended. Recommended എന്നാണ് എഴുതുന്നത്. Recommended. Oxygen therapy and IV fluids have been recommended. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഞാനൊന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കേസ് നോട്ട്സില് മാനേജ്മെന്റ് കാണുമ്പോൾ നമ്മൾ ചാടിക്കേറി അതിനെ എഴുതരുത്. നമ്മൾ അതിനെ 3 രീതിയിൽ ചിന്തിക്കണം. ഏതൊക്കെയാണ് 3 രീതി? ഡേറ്റ് നോക്കുക. നിങ്ങൾ ഡേറ്റ് നോക്കിയിട്ട് ഇതെന്ന് കൊടുത്തു, ഡിസ്ചാർജ് സമയത്ത് ഇത് കംപ്ലീറ്റ് ആയതാണോ എന്ന് ചിന്തിക്കണം. അതാണ് കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയതാണോ? ഇനി അടുത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഇന്നത്തെ ഡേറ്റില് ഇപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഓൺഗോയിങ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഡിസ്ചാർജ് പ്ലാനിലേക്ക് നോക്കണം. ഡിസ്ചാർജ് സമയത്ത് ഏതൊക്കെ മാനേജ്മെന്റുകളാണ് തുടരാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ തുടരേണ്ട മാനേജ്മെന്റ്, അതിനെ ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പറയാം. ഇനി കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ എങ്ങനെ എഴുതണം? അത് എഴുതുന്നത് പാസ്റ്റ് പാസീവ് വോയിസിലാണ്. പാസ്റ്റ് പാസീവ് വോയിസിൽ 2 ഹെൽപ്പിംഗ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വാസ് അല്ലെങ്കിൽ വെയർ. നിങ്ങൾ സൂക്ഷിക്കണേ, OET ലെറ്ററിൽ എവിടെ നിങ്ങൾ വാസും വേറും ഉപയോഗിച്ചാലും അതിനർത്ഥം അത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ് എന്നാണ്. അത് കഴിഞ്ഞുപോയി എന്നാണ്. കഴിഞ്ഞുപോയി, കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ് ആയെന്നാണ് ഈ പാസ്റ്റ് പാസീവ് വോയിസിലെ പാസ്റ്റ് ടെൻസ് വാസും വേറെ എവിടെ ഉപയോഗിച്ചാലും അർത്ഥമാകുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇത് കംപ്ലീറ്റ് ആണ്. ഡീഫിബ്രിലേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡീഫിബ്രിലേഷൻ വാസ് ഗിവൺ അല്ലെ വാസ് പ്രൊവൈഡഡ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓറ്റു തെറാപ്പി IV ഫ്ലൂയിഡ്സും കഴിഞ്ഞു പോയി. ഓറ്റു തെറാപ്പി ആൻഡ് IV ഫ്ലൂയിഡ്സ് വെയർ കമൻസ്ഡ്. ഇനി നമ്മൾ ഡേറ്റ് നോക്കി, ഇന്നത്തെ ഡേറ്റ് ആണ്. ഇപ്പൊ ഇത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. തുടരാൻ പറഞ്ഞിട്ടില്ല. ഡിസ്ചാർജ് പ്ലാൻ എവിടെ തുടരാൻ പറഞ്ഞിട്ടില്ല, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാ പറയുന്നത്. അങ്ങനെ അതിനെ നമ്മൾ എഴുതേണ്ടത് ഓൺഗോയിങ് കോഴ്സ് ആയിട്ടാണ്. അതിനെ പ്രസന്റ് പാസീവ് വോയിസിൽ ഈസ് അല്ലെങ്കിൽ ആർ നമ്മൾ എഴുതുവാണ്. ഡീഫിബ്രിലേഷൻ ഈസ് പ്രൊവൈഡഡ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഓറ്റു തെറാപ്പി ആൻഡ് IV ഫ്ലൂയിഡ്സ് ആർ റെക്കമെൻഡഡ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് ഡിസ്ചാർജ് പ്ലാനിൽ നോക്കി ഇത് തുടരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി തുടരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. അപ്പൊ ഫിസിയോതെറാപ്പി തുടരേണ്ടത് എങ്ങനെ പറയേണ്ടത് പറയാവോ? Physiotherapy has been initiated or recommended. ഓറ്റു തെറാപ്പി IV ഫ്ലൂയിഡ്സ് ആണ്. അത് തുടരേണ്ടത് എങ്ങനെയാ പറയേണ്ടത് പറയാവോ? റെക്കമെൻഡഡ്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, നിങ്ങൾ എങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത് എന്ന് ഞാൻ പറയാം. ഡിസ്ചാർജ് പ്ലാനിൽ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിന്റെ അടുത്തേക്ക് ലെറ്റർ എഴുതുവാണ്. പേഷ്യന്റ് ഹിപ്പ് ആംപ്യൂട്ടേഷൻ ഓഫ് ദ ലെഫ്റ്റ് ബിഗ് ടോ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ഡ്രസ്സിങ് അവരോട് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. കംപ്രഷൻ ബാൻഡേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേ കംപ്രഷൻ ബാൻഡേജ് അപ്ലൈ ചെയ്യാൻ അവരോട് പറയുന്നുണ്ട്. നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, അത് മോണിറ്റർ ചെയ്യാനും അവരോട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ മാനേജ്മെന്റ് നമ്മൾ ഏതൊക്കെയാണ്? ഡെയിലി ഡ്രസ്സിങ് കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ്? കംപ്രഷൻ ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ലെറ്ററിൽ നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ലെറ്ററിൽ നിങ്ങൾ എഴുതുവാണ് ബോഡി പാരഗ്രാഫില് പോസ്റ്റ് ഓപ്പ് ഹി അണ്ടർവെന്റ് ആംപ്യൂട്ടേഷൻ ഓഫ് ദ ലെഫ്റ്റ് ബിഗ് ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതുവാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഡെയിലി ഡ്രസ്സിംഗ് വാസ് റെക്കമെൻഡഡ് എന്ന് നിങ്ങൾ എഴുതി. അതിനർത്ഥം എന്താ പറയാവോ? ഡെയിലി ഡ്രസ്സിംഗ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് അർത്ഥം അല്ലെ?
എന്നിട്ട് നിങ്ങൾ താഴെ ഡിസ്ചാർജ് പ്ലാനിൽ എഴുതുവാണ്, ഡിസ്ചാർജ് പ്ലാനിലെ റെക്കമെൻഡേഷൻ പാര അല്ലെ ഫൈനൽ റിക്വസ്റ്റിൽ നിങ്ങൾ എഴുതുവാണ്, നഴ്സിനോട് പറയുവാണ്, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് കണ്ടിന്യൂ ഡെയിലി ഡ്രസ്സിംഗ് ഓർ ഇഫ് യു കുഡ് ചേഞ്ച് ഡെയിലി ഡ്രസ്സിംഗ്. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? യെസ് സർ. യെസ്, യാ കോൺട്രഡിക്റ്റിംഗ്. എന്താണ് പ്രോബ്ലം? നമ്മൾ ബോഡി പാരഗ്രാഫിൽ എഴുതി ഡെയിലി ഡ്രസ്സിംഗ് വാസ് റെക്കമെൻഡഡ് അല്ല ഡെയിലി ഡ്രസ്സിംഗ് വാസ് ഡൺ. അതിനർത്ഥം എന്താ? ഇത് കൊടുത്ത് കംപ്ലീറ്റഡ് ആയെന്നാണ്. മനസ്സിലായോ? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഡെയിലി ഡ്രസ്സിംഗ് വാസ് ഡൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാണ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡില് ഡെയിലി ഡ്രസ്സിംഗ് കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയി നിർത്തി എന്നാണ് അർത്ഥം. ഏത് വാക്കാ നിർത്തിയെന്ന് കാണിക്കുന്നത്? വാസ് എന്ന വാക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നിർത്തിയ കാര്യം താഴെ തുടരാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. യു ക്രിയേറ്റഡ് ആൻ ആംബിഗ്വിറ്റി ഇൻ ദ ലെറ്റർ. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കംപ്ലീറ്റ് ആയെന്നും താഴെ റെക്കമെൻഡേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുക. റിയൽ ലൈഫിൽ വെൻ യു ആർ ഇൻ ദ UK, പീപ്പിൾ മേ കോൾ യു, നഴ്സസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വിളിക്കും, ഹലോ ജിയോ തോമസ്, നിങ്ങൾ ലെറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു, താഴെ തുടരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണല്ലോ നമ്മൾ പറയുന്നത്, ഇഫ് യു ഹാവ് എനി ക്വയറീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്ന്. OET എക്സാമിൽ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല, ആരും കോൺടാക്ട് ചെയ്യല. യു ക്രിയേറ്റഡ് ആൻ ആംബിഗ്വിറ്റി, വാട്ട് ഈസ് ദ റിസൾട്ട്? യു വിൽ ലൂസ് യുവർ സ്കോർ. അപ്പൊ താഴെ നമ്മൾ തുടരാൻ പറയുന്നത് ബോഡി പാരഗ്രാഫിൽ എങ്ങനെ എഴുതണം പറയാമോ? ചിന്തിച്ചേ. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഡെയിലി ഡ്രസ്സിംഗ് വാസ് എന്നാണോ, ഈസ് എന്നാണോ, ഹാസ് ബീൻ എന്നാണോ പറയേണ്ടത്? ഹാസ് ബീൻ. ദാറ്റ് ഇസ് ദ റൈറ്റ് യൂസേജ്. നിങ്ങൾ ബോഡി പാരഗ്രാഫിൽ എഴുതണം, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഡെയിലി ഡ്രസ്സിംഗ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. എന്നിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ എഴുതാം, ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് ചേഞ്ച് ഡെയിലി ഡ്രസ്സിംഗ്. ദെൻ ദർ ഇസ് നോ കൺഫ്യൂഷൻ. നമ്മൾ മുകളിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ തുടരാൻ പറയുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു, ഫൈനൽ റിക്വസ്റ്റ് എഴുതുന്നു. ക്ലിയർ ആവുന്നുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? മനസ്സിലായോ? യെസ്. അപ്പം 3 രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്: കംപ്ലീറ്റഡ്, ഓൺഗോയിങ്, ഇൻകംപ്ലീറ്റഡ് കോഴ്സ്. ഇത് 3 ടെൻസ് ആണ്. പാസ്റ്റ് പാസീവ് വോയിസ്, പ്രസന്റ് പാസീവ് വോയിസ്, പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞൊരു കമന്റ് ആണ്, പിള്ളേർ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പേഴ്സണലായിട്ട്. ഒത്തിരി താങ്ക്സ് കേട്ടോ, ഒത്തിരി താങ്ക്സ്. നിങ്ങൾ അയച്ചിരുന്നു, സജഷൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞത്, സാർ ക്ലാസ് ശരിക്കും ഫോക്കസ് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുറച്ച് 4 5 ആണെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം, ബാക്കി ഞങ്ങൾ സ്വന്തം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, അപ്പോഴേ നിങ്ങൾക്ക് അല്പം കൂടി ക്ലിയർ ആവുള്ളൂ. ചെയ്താലോ? നമുക്ക് റെഡിയാണോ? യെസ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോ നിങ്ങള്? അപ്പം ചേഞ്ച് ദ ഗിവൻ മാനേജ്മെന്റ് ഇൻടു കംപ്ലീറ്റഡ് മാനേജ്മെന്റ്, ഓൺഗോയിങ് മാനേജ്മെന്റ്, ഇൻകംപ്ലീറ്റഡ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തത് ഡീഫിബ്രിലേഷൻ ആണ്. അത് കംപ്ലീറ്റ് ആയി എന്നെങ്ങനെയാ പറയുന്നത്? പറയാമോ? ഡീഫിബ്രിലേഷൻ കംപ്ലീറ്റ് ആയെന്ന്? ഡീഫിബ്രിലേഷൻ വാസ് ഗിവൺ എന്നാ പറയേണ്ടത്. ഇനി അത് ഓൺഗോയിങ് ആണെന്ന് പറഞ്ഞേ. Defibrillation is given. കണ്ടിന്യൂ ചെയ്യണം. Defibrillation has been initiated. Has been initiated. Very good. Very good. അടുത്തത് O2 therapy and IV fluids completed ആണ്. O2 therapy and IV fluids were given. Were recommended. ഇനി ongoing ആണ്. എല്ലാരും പറ, എല്ലാരും മൈക്ക് ഓൺ ആക്കിക്കേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെ പറയുന്നത്? Oxygen therapy recommended. Very good, very good. അടുത്ത റേഡിയേഷൻ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി ആണ്. കംപ്ലീറ്റഡ് ആണെന്ന് എങ്ങനെ പറയുന്നത്? Radiation therapy and chemotherapy. Recommended. Ongoing ആണെന്ന് എങ്ങനെ പറയുന്നത്? Radiation therapy and chemotherapy are recommended. കണ്ടിന്യൂ ചെയ്യണം. Radiation therapy and chemotherapy have been recommended. Very good. Okay. അടുത്ത ഫിസിയോതെറാപ്പി കംപ്ലീറ്റഡ് ആണെന്ന് എങ്ങനെ പറയുന്നത്? Physiotherapy was given. Physiotherapy was provided. Ongoing ആണ്. Physiotherapy is provided. Is provided. Continue ചെയ്യണം. Physiotherapy has been recommended. Has been recommended. Okay. അടുത്ത നമ്മള് 9ാമത്തേല് വന്ന സ്റ്റോമ പൗച്ച് നമ്മള് നിർത്തി ഇൻസേർട്ട് ചെയ്തു. കംപ്ലീറ്റഡ് ആണ്. എങ്ങനെ പറയേണ്ടത്? Stomach pouch was Was recommended. Okay. Ongoing ആണ്.
Trauma pouch. Pouch is recommended. Continue ചെയ്യണം. Trauma pouch has been Has been recommended. Very good. Recommended. പത്താമത്തെ പറയാവോ? ആംസ്ലിംഗ് was given. Counseling was applied. was applied. Ongoing ആണ്. Counseling is applied. Is applied. Recommended. Continue ചെയ്യണം. Has been applied. Very good. അടുത്ത കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആണ്, CBT. കംപ്ലീറ്റഡ് ആണ്, പറഞ്ഞോ. Cognitive behavioral therapy Therapy was recommended. Recommended. Ongoing ആണ്. Cognitive Behavioral therapy recommended. Yes. അടുത്തത് കണ്ടിന്യൂ ചെയ്യണം. Therapy Has been recommended. അടുത്തത് കൗൺസിലിംഗ് വിത്ത് ലോക്കൽ സോഷ്യൽ വർക്കർ ആണ്, കംപ്ലീറ്റഡ് ആണ്. counseling with social work was given. Was given. Ongoing ആണ്. Counseling with the local Social worker. Continue ചെയ്യണം. കൗൺസിലിംഗ് വിത്ത് ലോക്കൽ സോഷ്യൽ വർക്കർ social worker has been recommended. Very good. കംപ്രഷൻ ബാൻഡേജ് ആണ്, കംപ്ലീറ്റഡ് ആണ്. Ongoing ആണ്. compression bandage provided. Continue ചെയ്യണം. Has been provided. അടുത്ത braces. Was provided. Completed ആണ്. Ongoing ആണ്. Provided. Is provided. Continue ചെയ്യണം. Braces has Yes. അപ്പോൾ നമ്മുടെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ എക്സാമ്പിൾ എല്ലാം ഇതുപോലെ എഴുതണം. ഇനി വരുന്ന കേസ് നോട്ട്സ്, ഏത് കേസ് നോട്ട്സ് കണ്ടാലും നിങ്ങൾ ഇത് ചിന്തിച്ച് ശ്രമിച്ച് വേണം എഴുതാനായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ചിന്തിക്കണം. കൊടുത്തു കഴിഞ്ഞതാണോ, കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണോ, തുടരേണ്ടതാണോ? ഇനി കൊടുത്തു കഴിഞ്ഞത് കംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മാനേജ്മെന്റ് ആയിട്ടും ഓൺഗോയിങ് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത് ടുഡേസ് ഡേറ്റ് ആയിരിക്കും മോസ്റ്റ് കേസിൽ, പ്രസന്റ് പാസീവ് വോയിസ് ആയിട്ടും അടുത്തത് ഇൻകംപ്ലീറ്റഡ് പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആയത് നിങ്ങൾക്ക്? യെസ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എടുത്തോ? യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ നമ്മൾ വീണ്ടും ഒരു പുതിയ സെഷനുമായിട്ട് വരും. നിങ്ങൾക്ക് ഏത് സെഷനാണ് നാളെ വേണ്ടത്? ഇന്ന് നമ്മൾ മാനേജ്മെന്റ് എടുത്തു. ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള വേറൊരു ഗ്രാമർ പാർട്ടാണ് മെഡിസിൻസ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്, ബട്ട് ദേർ ഈസ് സം കൺഫ്യൂഷൻ. അപ്പൊ നാളെ നമുക്ക് മെഡിസിൻ എടുത്താലോ? Okay, sir. യെസ്. നമ്മൾ സെയിം ടൈം 7:30 നമ്മൾ ലൈവിൽ വരും. നമുക്ക് റീഡിംഗ് ലിസ്ണിംഗ് ആണ് ഇപ്പൊ എല്ലാവർക്കും സ്കോർ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിംഗ് ലിസ്ണിംഗിന്റെ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും മോർണിംഗിൽ 11:45 രാത്രി 8 മണിക്കും ഉണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ അതിന്റെ റീഡിംഗ് ലിസ്ണിംഗിന്റെ ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പറ്റുമെങ്കിൽ ഈ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും കയറണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും 3 പാർട്ട് എയും ബിയും സിയും ഒരുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൽ എന്ത് സംശയം, ഈവൻ ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് എ കോൺട്രഡിക്റ്റിംഗ് വേർഡ്, നിങ്ങൾക്കത് ചോദിക്കാം. അത് പറഞ്ഞു തന്നിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ. റീഡിംഗ് ലിസണിങ് എല്ലാവരും വിചാരിക്കും സാരമില്ല കിടന്നു പോകാന്ന്, പക്ഷെ ഏറ്റവും ടഫായിട്ട് വരുന്നത് അതാണ്. പറ്റുന്നവരൊക്കെ റീഡിംഗ് ലിസണിങ് ക്ലാസ് കയറുക. ഇപ്പൊ തന്നെ സൂപ്പർമാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർമാൻ ഗ്രൂപ്പിൽ, നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങൾ ആ ലിങ്കിൽ കയറുക. റീഡിംഗ് ലിസണിങ് ക്ലാസ്സുകൾ മാക്സിമം പറ്റുന്നോടത്തോളം അണ്ടിൽ ദ ലാസ്റ്റ് 42nd ക്വസ്റ്റ്യൻ വരെ, ലിസണിങ്ങിന്റെ 42ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് നാളെ വീണ്ടും ഒരു ലൈവിൽ കാണാം. അണ്ടിൽ ദെൻ പ്ലീസ് ടേക്ക് കെയർ ഓൾ ഓഫ് യു. താങ്ക് യു.